IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ച നായകന്മാരുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. രോഹിത് ശർമ്മ, മഹേന്ദ്ര സിംഗ് ധോണി. തന്ത്രങ്ങൾ കൊണ്ടും കിരീടങ്ങൾ കൊണ്ടും ആ സാമ്രാജ്യം അടക്കി വാണവർ. എന്നാൽ ഇന്ന് അവർ നായക സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ വലിയ വിടവ് നികത്താൻ ഇനി ആരുണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് പഞ്ചാബ് കിങ്സിന്റെ ഡഗ്ഔട്ടുകളിലിരുന്ന് കളി നിയന്ത്രിക്കുന്ന ആ മാസ്റ്റർ മൈൻഡ്. ഇത് അവഗണിക്കപ്പെട്ടവന്റെ, തഴയപ്പെട്ടവന്റെ, ഒടുവിൽ അജയനായി തിരിച്ചു വന്നവന്റെ കഥ. നമുക്കറിയാം, ഏതൊരു കളിക്കാരനും ഏറ്റവും പേടിക്കുന്നത് പരിക്കിനെയാണ്. കരിയറിന്റെ ഏറ്റവും നല്ല സമയത്ത് പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നപ്പോൾ പലരും വിധിയെഴുതി അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്ന്. പക്ഷേ പുറത്ത് വിമർശകർ ബഹളമുണ്ടാക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു പടയൊരുക്കം നടത്തുകയായിരുന്നു. തോൽവികൾ മാത്രം ശീലമാക്കിയ ഡൽഹി ക്യാപിറ്റൽസിനെ 2020 ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് IPL ഫൈനൽ വരെ എത്തിച്ച അദ്ദേഹം തന്റെ വരവറിയിച്ചു. എന്നിട്ടും അപ്രതീക്ഷിതമായി ആ ടീമിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. അതൊരു അന്ത്യമാണെന്ന് കരുതിയവർക്ക് തെറ്റി. അതൊരു വലിയ തിരിച്ചുവരവിന്റെ തുടക്കം മാത്രമായിരുന്നു. ഓർമ്മയിലെ 10 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനു ശേഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആ IPL കിരീടമുയർത്തിയത്. പക്ഷേ അന്ന് എന്താണ് സംഭവിച്ചത്? ലോകം മുഴുവൻ ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മറ്റു പലർക്കും നൽകാനാണ് തീരുമാനിച്ചത്. എന്നാൽ ഗ്രൗണ്ടിനുള്ളിൽ നിന്ന് ഓരോ സമ്മർദ്ദഘട്ടത്തിലും ടീമിനെ നയിച്ച അദ്ദേഹത്തിന്റെ ബുദ്ധിയും തന്ത്രങ്ങളും പലരും കാണാതെ പോയി. ഒരു കിരീടം നേടിക്കൊടുത്തിട്ടും ടീം അദ്ദേഹത്തെ കൈവിട്ടു. പക്ഷേ അവിടെ തളർന്നു പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ആ അവഗണനയിൽ നിന്നാണ് പഞ്ചാബ് കിങ്സ് എന്ന പുതിയ അധ്യായം തുടങ്ങുന്നത്. സൂപ്പർ താരങ്ങളില്ലാതെ ഒരു ടീമിനെ എങ്ങനെ നയിക്കാമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. പ്രിയാൻഷ് ആര്യ, ശശാങ്ക് സിംഗ്, നഹേൽ വധേര തന്റെ അൺക്യാപ്ഡ് പടയാളികളെ വിശ്വസിച്ച് പോർക്കളത്തിലിറങ്ങി. 11 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് പഞ്ചാബിനെ ഫൈനലിലെത്തിച്ചു. 2025 17 കളികളിൽ നിന്ന് 604 റൺ നേടി മുന്നിൽ നിന്ന് നയിച്ചു. കിരീടം ഒരു കയ്യകലെ നഷ്ടമായെങ്കിലും അദ്ദേഹം തളർന്നില്ല. ഇന്ന് നാം കാണുന്നത് എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തുടങ്ങുന്ന അയ്യരേൻ ടീമിനെയുമാണ്. ബാറ്റ് കൊണ്ട് വിസ്മയിപ്പിക്കുന്ന താരം മാത്രമല്ല, താൻ നയിച്ച 3 വ്യത്യസ്ത ടീമുകളെയും ഫൈനൽ വരെ എത്തിച്ച ഏക ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന അപൂർവ റെക്കോർഡും സ്വന്തം. തകർന്നു പോകുന്ന ടീമുകൾക്ക് ആത്മവിശ്വാസം നൽകി അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്ന ആ മാന്ത്രികതയാണ് ഇന്ന് ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത്. ഇന്ത്യൻ T20 ടീമിൽ സൂര്യകുമാർ യാദവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് പലരുടെയും കൈവശം പല പേരുകളും ഉണ്ടാകാം. പക്ഷേ ഓരോ കളി കഴിയുമ്പോഴും ആ ലിസ്റ്റിൽ തന്റെ പേര് ബലമായി എഴുതി ചേർക്കുകയാണ് അദ്ദേഹം. ഒരു കാലത്ത് വലിയ ക്യാപ്റ്റന്മാരുടെ തന്ത്രങ്ങളെ വാഴ്ത്തിയവർ ഇന്ന് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് വെറും ഒരു ക്യാപ്റ്റനല്ല, പട നയിച്ചു ശീലിച്ചവൻ, ദ വൺ ആൻഡ് ഓൺലി ശ്രേയസ് സന്തോഷ് അയ്യർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.